ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മുടെ കാരണവന്മാർ ഒരു കാര്യം പറയാറുണ്ട്, താൻ ഇരിക്കേണ്ടിടത്ത് താൻ ഇരുന്നില്ലേൽ, ബാക്കി ഞാൻ പറയുന്നില്ല, പറയാൻ മടി. ഭാഷ സഭ്യമല്ലാത്തതുകൊണ്ടല്ല, അത് പറയാൻ പോകുന്നത് വേറെ ആളുകളെ കുറിച്ചായതുകൊണ്ടാണ്. ഇന്നലെ ഹൈക്കോടതിയിൽ ഉണ്ടായ ഹൈക്കോടതി നൽകിയ ഉത്തരവിൻ്റെ പകർപ്പ് നമുക്ക് ഇന്നേ കിട്ടൂ. അതുകൊണ്ട് വിശദമായ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ എന്താണ് ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ സഭയുടെ കൂടെയുള്ളവർ, സത്യവിശ്വാസികൾ ഹൈക്കോടതിന് മുമ്പാകെ ഒരു നിർദ്ദേശം വെച്ചു. എന്താണ്? ഒരു മീഡിയേറ്ററെ അപ്പോയിന്റ് ചെയ്യണം. ഒരു മീഡിയേറ്ററെ, കുർബാന പ്രശ്നം പരിഹരിക്കാൻ, ബസിലിക്കയിലെ കുർബാന പ്രശ്നം പരിഹരിക്കാൻ ഒരു മീഡിയേറ്ററെ. ഹൈക്കോടതി അത് അംഗീകരിച്ചു. സഭാ നേതൃത്വത്തെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായും റെപ്രസെന്റ് ചെയ്യുന്ന വക്കീലന്മാർ അതൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് മീഡിയേറ്റർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലെവിടെയാണ് വിജയമെന്ന് ചോദിക്കാം. വിജയമൊന്നുമില്ല. നമ്മുടെ മെത്രാന്മാരും മെത്രാപ്പൊലീത്തന്മാരും ഒക്കെ തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് ഹൈക്കോടതിയിലേക്കും സിവിൽ കോടതിയും കൊണ്ടുപോയത് തന്നെ പരാജയമാണ്, അവരുടെ പരാജയം. പക്ഷെ ഇതിൽ നമുക്ക് ചെറിയൊരു വിജയമുണ്ട്. എന്താണ്? നമ്മൾ എത്രയോ പ്രാവശ്യം എത്രയോ മെത്രാന്മാരെയും മെത്രാപ്പൊലീത്തന്മാരെയും നമ്മൾ നേരിട്ട് വിളിച്ചു, ഫോൺ വിളിച്ചു, നമ്മൾ നിലപാട് പറഞ്ഞു, കേൾക്കാൻ തയ്യാറായി അവർ. പിന്നെ നമ്മൾ നേരിട്ട് പോയി പല മെത്രാന്മാർക്കും നമ്മൾ നിവേദനങ്ങൾ കൊടുത്തു, പെറ്റീഷൻ കൊടുത്തു, പരാതി കൊടുത്തു, നമ്മൾ സുപ്രീം ട്രിബ്യൂണലിൽ കൊടുത്തു. അങ്ങനെ നമ്മൾ കാണാൻ പറ്റുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പൊലീത്തയും സിനഡിലെ മെത്രാന്മാരും പെർമനന്റ് സെനറ്റ് മെത്രാന്മാരും, ഇങ്ങനെ നമുക്ക് കാണാൻ മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സകല സംഗതികൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷേ അവരാരും നമ്മൾ കേൾക്കാനോ നമ്മൾ കൊടുത്ത ഈ നിവേദനങ്ങൾ പഠിക്കാനോ അതിനനുകൂലമായി തീരുമാനമെടുക്കാനോ നമ്മളൊന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാനോ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന നമുക്കൊരു സപ്പോർട്ട് നൽകാൻ പോലുമോ? അത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, ഞങ്ങളിത് തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സമരവേദിയിലായിരിക്കുന്നത്, ഞങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഒരു നല്ല വാക്ക് പറയാനോ ഇവരാരും തയ്യാറായില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ പൊട്ടിക്കരയുകയും നമ്മൾ പോയി കഴിയുമ്പോൾ സഭാവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്നവനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാടെടുത്ത ആളുകളായിരുന്നു നമ്മുടെ തലപ്പത്ത്, ആണ് ഇപ്പോഴും. അതായത് രാജസിംഹാസനത്തിലിരുന്ന് നമ്മെ ഭരിക്കേണ്ട ഒരു സ്ഥിതിയിലുള്ളവർ, രാജകീയമായിട്ടുള്ള അധികാരമുള്ളവർ, ന്യായാസനത്തിലിരുന്ന് നമ്മുടെ ന്യായം വിധിക്കേണ്ടവർ, അങ്ങനെയുള്ളവരാണ് ഈ മനുഷ്യര്. ഇപ്പോ ഈ മീഡിയേറ്ററായി നിയമിച്ചിരിക്കുന്ന മുൻ ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹത്തിന്റെ മുൻപാകെ ഈ പറഞ്ഞവര്, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, രാജസിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കേണ്ടവരും ന്യായാസനത്തിലിരുന്ന് നമ്മെ ന്യായം വിധിക്കാനായിട്ട് ദൈവം നിയോഗിച്ചവരുമായ അവര് ഇപ്പോൾ ഹൈക്കോടതി നിയമിച്ച ഒരു ന്യായാധിപന്റെ മുമ്പിൽ, ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിൽ വാദിയായും പ്രതിയായും സാക്ഷിയായും വന്ന് ഇരിക്കണം. അവർ ഇരുത്തി എന്നുള്ളതാണ് നമ്മുടെ വിജയം. നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ ഇരുത്തുന്നതിൽ നമുക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷെ അവര് ചോദിച്ചേരന്ന് വാങ്ങുകയാണ്. ചിലരങ്ങനെയാ, ചോദിച്ചേരന്ന് വാങ്ങും. ഈ ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന മധ്യസ്ഥനായ ന്യായാധിപന്റെ മുമ്പിൽ അവർ വന്ന് നമ്മൾ ഇപ്പുറത്തും അവരപ്പുറത്തും ഇരിക്കണം. തുല്യ സ്ഥിതിയിലായി. ഒരു സഭയുടെ തലവൻ, കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. ഓരോ സഭയ്ക്കും അതിന്റെ തലവനെ പാത്രിയാർക്കീസ് ബാവ എന്നൊക്കെ വിളിക്കുക. ആ ടൈറ്റിൽ ഇല്ലെങ്കിലും മേജർ ആർച്ച് ബിഷപ്പ് ആയിരിക്കുന്ന ആൾക്ക് ഏതാണ്ട് അതേ അധികാരങ്ങളാണ്. പാത്രിയാർക്കീസിന്റെ, ബാവയുടെ, ലത്തീൻ സഭയുടെ പാത്രിയാർക്കീസ് ആണ് മാർപ്പാപ്പ. റോമാരൂപതയുടെ മെത്രാൻ ലത്തീൻ സഭയുടെ പാത്രിയാർക്കീസ് ആണ്, ലത്തീൻ സഭയുടെ ബാവയാണ്. ഇതുപോലെ സീറോ മലങ്കര സഭയ്ക്ക്, സീറോ മലബാർ സഭയ്ക്ക്, അങ്ങനെ ഓരോ സഭയുടെയും തലവന് പാത്രിയാർക്കീസുമാരുടെ പാത്രിയാർക്കീസ് ആണ് മാർപ്പാപ്പ. അപ്പോൾ ഒരു സൂയിയൂരി സഭയുടെ തലവൻ എന്ന് പറഞ്ഞാൽ പാത്രിയാർക്കീസ്, ബാവ, മാർപ്പാപ്പയ്ക്ക് തുല്യമായ പദവി. മാർപ്പാപ്പ സാർവത്രിക സഭയുടെ തലവനായതുകൊണ്ട് കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷെ ലത്തീൻ സഭയുടെ പാത്രിയാർക്കീസ് നൽകി സീറോ മലബാർ സഭയുടെ പാത്രിയാർക്കീസും മേജർ ആർച്ച് ബിഷപ്പും തുല്യ പദവിയാണ്. അങ്ങനെയുള്ള ഒരാള് കക്ഷിയായി, പ്രതിയായി, വാദിയായി, സാക്ഷിയായി ഈ നമ്മുടെ ഒപ്പം വന്നിരിക്കണം. അവർ നേരിട്ട് വന്നിരിക്കില്ലായിരിക്കാം, അവർ വക്കീലന്മാരോ പ്രതിനിധികളൊക്കെ ആയിരിക്കാം. പക്ഷെ അവർ പ്രതിനിധാനം ചെയ്യുന്നത് മറ്റവരെയാണല്ലോ. ഇനി നമ്മളെ കേൾക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ കുറച്ച് രേഖകൾ പരിശോധിക്കാൻ പറ്റില്ലെന്ന് പറയില്ലല്ലോ. ഇതാണ് ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ വിധിയുടെ
സാരാംശം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് കേൾക്കണം, നമ്മുടെ നിലപാട് എന്തെന്ന് അവർ ശ്രവിക്കണം, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. നമ്മൾ പറഞ്ഞ പോലെ ഒന്നും നടക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു വലിയ ചുവടുവെപ്പ് ഹൈക്കോടതി ഉത്തരവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എത്ര പ്രാവശ്യം നമ്മൾ അവരെ കാണാൻ പോയി, എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞു, എത്ര പ്രാവശ്യം നമ്മൾ നിവേദനങ്ങൾ കൊടുത്തു, എത്ര പ്രാവശ്യം നമ്മൾ രേഖകൾ ഹാജരാക്കി. നമ്മൾ കൊടുത്ത രേഖകളെല്ലാം നമ്മളെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ ഈ മീഡിയേറ്ററായ ന്യായാധിപന്റെ മുമ്പിൽ. അദ്ദേഹം അത് പഠിക്കുമല്ലോ. നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ അദ്ദേഹത്തിന്റെ നിലപാട്, പഠിക്കാതെ പറ്റില്ലല്ലോ, നമ്മളെ കേൾക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇല്ലേ, ന്യായാസനത്തിലും സിംഹാസനം ഞാൻ പറയുമ്പോൾ വലിയ കസേരയല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ അധികാരത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ന്യായാസനം എന്ന് പറയുമ്പോൾ വലിയ കസേരയല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ പദവി, അവരിയ്ക്കുന്ന പദവി തിരിച്ചറിയാതെ, ഇതാണ് താൻ ഇരിക്കേണ്ടത്, താൻ ഇരുന്നില്ലെങ്കിൽ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ആ പദവി എന്തെന്നറിയാതെ, ആ പദവിയിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നറിയാതെ രാഷ്ട്രീയ കളി കളിച്ച് ഇങ്ങനെ ഇളിച്ചും ചിരിച്ചും മനുഷ്യരെ പറ്റിച്ച്, അങ്ങനെയുള്ളവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് നമ്മുടെ മുമ്പിൽ വാദിയായും പ്രതിയായും സാക്ഷിയായും ഇരിക്കുക. അവിടെ സാക്ഷിക്കൂടും പ്രതിക്കൂടും ഇല്ലായിരിക്കാം, പക്ഷേ സംഗതി അതാണല്ലോ. എല്ലാവരുടെയും മുൻപാകെ വളരെ അഭിമാനത്തോടെ അന്തസ്സോടെ മഹിമയോടെ തോമായുടെ സിംഹാസനത്തിൽ വാണരളേണ്ട ഒരാളാണ് ഇങ്ങനെ വളരെ താഴ്ന്ന് നമ്മുടേതിനേക്കാളും താഴ്ന്ന് ഇവിടെ വന്നിരുന്ന് ഈ ന്യായാധിപന് മുമ്പിലിരുന്ന് മധ്യസ്ഥത വഹിക്കുന്നത് ന്യായാധിപനാണ്. ഇവരാണ് വഹിക്കേണ്ടിയിരുന്നത്. അതിന് പകരം ഈ മുന്നേറ്റക്കാരുമായി ചങ്ങാത്തുണ്ടാക്കി അവര് പ്രതികളായി, കക്ഷികളായി. ന്യായാസനത്തിൽ ഇരിക്കുന്നവര് ന്യായാധിപനാകേണ്ടവൻ പ്രതിയോ വാദിയോ കക്ഷിയായി മാറി. കാരണം എന്താ? മാർപ്പാപ്പ പറഞ്ഞ കാര്യം അനുസരിക്കുന്നില്ല. സൂയി യൂരിസാന്നും പറഞ്ഞ് മാർപ്പാപ്പയെ അനുസരിക്കാതെ ഒരു സമവായം ഉണ്ടാക്കി സഭാവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന് ഈ സഭയിൽ ശീഷ്മയും വിഭാഗിതയും സൃഷ്ടിക്കുന്നവരുമായി കൂട്ടുചേർന്ന് കേസിലെ കക്ഷികളായി മാറി. ന്യായാധിപൻ തന്നെ കക്ഷിയായി മാറി. ന്യായാസനത്തിൽ ഇരിക്കേണ്ട തോമാർ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവര് പ്രതിക്കൂട്ടിലായി, വെട്ടിലായി. സീറോ മലബാർ സഭയ്ക്ക് സന്തോഷമുള്ള കാര്യമൊന്നുമല്ലത്, ദുഃഖമുള്ള കാര്യമാണ്. പക്ഷേ സത്യവിശ്വാസികൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം കർത്താവ് നമ്മുടെ കൂടെയാണ്, കർത്താവ് സത്യത്തിൻ്റെ കൂടെയാണ്, നന്മയുടെ കൂടെയാണ്. നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളുവെങ്കിലും, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും, നമുക്ക് ആൾബലമില്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ മഹാഭാരത യുദ്ധം ഉണ്ടല്ലോ, കൗരവരും പാണ്ഡവരുടെ കൂടെ ആ കഥയനുസരിച്ച് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. കൗരവരുടെ കൂടെ സകലമാനം സംവിധാനങ്ങളുണ്ടായിരുന്നു, എന്നിട്ട് ജയിച്ചത് പാണ്ഡവരാണ്. നമ്മുടെ കൂടെ കർത്താവുണ്ട്. ആൾബലമില്ല, പണത്തിൻ്റെ ബലമില്ല, ശക്തിയില്ല, പക്ഷേ നമുക്കൊന്നുണ്ട്, സത്യവിശ്വാസം. മരിക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ കൂടെയേ, കർത്താവ് കൽപ്പിച്ച് നൽകിയ കുർബാനയെ പങ്കെടുക്കൂ, അതേ ഞങ്ങൾ സ്വീകരിക്കൂ, മാർപ്പാപ്പ ആഹ്വാനിച്ച കുർബാനയെ ഞങ്ങൾ കാണൂ എന്നുള്ള നമ്മുടെ ഉറച്ച ബോധ്യം. ആ ബോധ്യത്തിനാണ് കർത്താവ് നമുക്ക് ഇന്ന് അംഗീകാരം നൽകിയിരിക്കുന്നത്, ചെറിയൊരു അംഗീകാരം. അപ്പോൾ നമ്മൾ ബസിലിക്കയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. നമ്മൾ വിചാരിച്ച കാര്യം നേടിയിട്ട്. എന്താണ് ആ കാര്യം? ബസിലിക്കയിൽ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിക്കുകയില്ല. ഈ ഒരൊറ്റ കാര്യത്തിന് നമ്മൾ ബസിലിക്കയിൽ ഇരുന്നത്, ഒരൊറ്റ കാര്യത്തിന്. പക്ഷെ നമുക്ക് കിട്ടിയതോ അമർത്തിക്കുലുക്കി നിറച്ചളന്നാണ്. എന്താണ്? 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബസിലിക്കയിൽ മാത്രമല്ല ചാപ്പലിലും ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാൻ പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. സിവിൽ കോടതിയുടെ ഉത്തരവിന് അങ്ങനെയാണ് ലക്ഷ്യം. അതാണ് ആ ഉത്തരവിന്റെ ചൈതന്യം. അതാണെന്ന് സിവിൽ കോടതിയുടെ ഉത്തരവിനെ ഹൈക്കോടതി എൻഡോഴ്സ് ചെയ്തു. നമ്മൾ ചോദിച്ചതിനേക്കാൾ 100 ഇരട്ടി തന്നു. പിന്നെ ഈ കോടതി ലക്ഷ്യമായിരുന്നു ഈ പന്തൽ കെട്ടി പട്ടം കൊടുത്തതെന്ന് നമ്മൾ വാദിച്ചത്. അത് സെപ്പറേറ്റ് കേസായിട്ട്, കോടതി ലക്ഷ്യ കേസായിട്ട് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അന്തസ്സോടെയാണ് നമ്മൾ ബസിലിക്കയിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ ചോദിച്ചതിൻ്റെ ഇരട്ടി കർത്താവ് തന്നിരിക്കുന്നു ഹൈക്കോടതി ഉത്തരവിലൂടെ. അതുകൊണ്ട് ഈ ബസിലിക്കയിൽ നിന്ന് ഇറങ്ങുന്നവര് സന്തോഷത്തോടെ, അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുക.
ഇല്ലേ, നാണം കെട്ട് ഇറക്കി വിടുകയല്ല. നമ്മൾ ചോദിച്ചതും ചോദിച്ചതിനപ്പുറത്തും കിട്ടിയിട്ടാണ് നിങ്ങൾ ചെയ്ത മഹാ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രവൃത്തിക്ക് പ്രതിഫലമായിട്ടാണ് കർത്താവ് നൽകിയെന്ന കാര്യം ഉറച്ച ബോധ്യത്തോടെ എല്ലാവരും മുഖത്ത് നോക്കി അഭിമാനത്തോടെ നിങ്ങൾ ഇറങ്ങി വരിക. സന്തോഷത്തോടെ സഭ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.